ഹലോ, നമ്മുടെ ചാനൽ കാണുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നമസ്കാരം പറഞ്ഞുകൊണ്ട് വീഡിയോയിലോട്ട് പോകാം. കിഡിലിനായിട്ട് ഇന്നൊരു 35 ഏക്കർ നല്ല വരുമാനമുള്ള ഒരു ഫാം എന്ന് തന്നെ പറയാം. കിഡിലിനായി കിടക്കുന്നു. ഇതിൽ ഏറ്റവും കൂടുതൽ മുന്തിരിത്തോട്ടം കണ്ടിട്ടുണ്ടോ? നോക്ക്, ഇതാണ് മുന്തിരിത്തോട്ടം എന്ന് പറയുന്നത്. ക്ലീനായി കിടക്കുന്നു. തമിഴ്നാട് ബേസ് ചെയ്തിട്ടാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണും. വീഡിയോ ശരിക്കും പറയുകയാണെങ്കിൽ ഫുൾ വീഡിയോ നമ്മൾ കവർ ചെയ്ത് എടുത്തിട്ടുണ്ട്. 6 മിനിറ്റ് വീഡിയോ കറക്റ്റായിട്ടുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്നവർക്ക്, നമ്മുടെ ചാനൽ തുടർച്ചയായി കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് വ്യക്തമായി മനസ്സിലാകും. നമ്മുടെ ചാനൽ സുഹൃത്തുക്കൾ ആരെങ്കിലും ഇങ്ങനെയുള്ള സാധനം ആഗ്രഹിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? ഇതിനകത്ത് നല്ല ബംഗ്ലാവ് ഉൾപ്പെടെയാണ് കേട്ടോ. തെങ്ങ്, മാവ്, മുന്തിരിത്തോട്ടം, ഈ സർപ്പോട്ട, ഇനി ഇല്ലാത്ത സാധനങ്ങളില്ല. നല്ല വരുമാനം കിട്ടുന്ന തോട്ടമാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചിരിക്കുന്നത്. കറക്റ്റ് 35 ഏക്കറാണ്. നല്ല ഒരു മല വ്യൂ കിട്ടുന്ന വിധത്തിലാണ്. സുഖമായിട്ട് ആ വീട്ടിന്റെ നെറുകുന്ന് നോക്കിയാൽ ആ കാറ്റും. AC വേണ്ട. അതിനകത്ത് ഒരു വീട് വെച്ചിരിക്കുന്ന വീട്ടിൽ ഫുള്ള് AC ആക്കി ചെയ്തിട്ടിരിക്കുന്ന ഒരു വീട്. അതിന്റെ സ്കെച്ചാണ് ഇത്. ഇതിൽ കൂടുതൽ സ്കെച്ചിന്റെ ഡീറ്റെയിൽ വേണമെങ്കിൽ അതും കൂടി നമ്മൾ ഇട്ട് തരാം. ഒരു വീഡിയോയിലും നമ്മൾ സ്കെച്ച് ഇട്ട് തന്നിട്ടില്ല. കറക്റ്റ് സ്കെച്ച് ലൊക്കേഷൻ ഇട്ട് തന്നിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം സുഹൃത്തുക്കളെ. അതിമനോഹരമായിട്ടുള്ള കിടലിനായി കിടക്കുന്ന ഒരു ബംഗ്ലാവ്. അതിനകത്ത് വെള്ള സൗകര്യം, റോഡ് സൗകര്യം, തെങ്ങ്, മാവ്, സർപ്പോട്ട, നെല്ലിക്ക, കൊയ്യാക്ക, ഇനി ഇല്ലാത്ത സാധനം. നോക്കുന്ന കേരളത്തിലെ തെങ്ങ് പോലെയാണ് വിളവ്. അത്രയും നല്ല വിളവ് കിട്ടുന്ന മനോഹരമായിട്ടുണ്ട്. പറഞ്ഞെങ്കിൽ മനോഹരം. നമ്മൾക്ക് അതിനകത്ത് പോയപ്പോൾ കേരള പച്ചപ്പ്. ഇത് തെങ്കാശി ടൗണിന്റെ പരിസരമാണ്. തെങ്കാശിയിൽ നിന്ന് ഏകദേശം 15 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ പ്രോപ്പർട്ടി കിടക്കുന്നത്. കിടിലനായി വെച്ചിട്ടുണ്ട് തോട്ടം കേട്ടോ. തോട്ടം എന്ന് പറയുന്നെങ്കിൽ ഇതേപോലത്തെ ഒരു തോട്ടം നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടായാലും അത്രയും വൃത്തിയായിട്ട് ഫാമും കൂടി ഉണ്ട്. ആട്, കോഴി, പശു എന്തൊക്കെ വേണം അതിനകത്ത് എല്ലാ സാധനവും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു 35 ഏക്കർ. നെല്ലിക്കൊക്കെ മരങ്ങൾ അങ്ങനെ വിളഞ്ഞു നിൽക്കുന്ന സമയങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഒരു സമയം നമ്മൾ പോകുമ്പോൾ വിളവ് എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ബംഗ്ലാവ്. ചുരുങ്ങിയത് 2 കോടി രൂപ ബംഗ്ലാവിന് മാത്രം വില മതിക്കും. അത്രയും വെച്ചിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് പോയിട്ട് ഷൂട്ട് ചെയ്യാൻ ഇടയിൽ കൂടെ കയറിയപ്പോൾ നോക്കുമ്പോൾ മാൻ കൂട്ടം പോലെ തോന്നി. ആ ടൈപ്പുള്ള ആടുകൾ. അത്രയും നല്ല ഒരു ഫാം എന്ന് പറയുന്നെങ്കിൽ, ഫാം അല്ല, ശരിക്കും പറയുകയാണെങ്കിൽ കിടിലനായി വെച്ചിരിക്കുന്ന ഒരു ബംഗ്ലാവും ഈ 35 ഏക്കറും നല്ല വരുമാനമുള്ളത്, വിലപ്പാകമുള്ളത്. വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുന്നവർക്ക് ഇതിന്റെ തൊട്ട് സെന്റ് വരെയും കാര്യങ്ങൾ നോക്കിത്തരാം. ക്ലീൻ ആയിട്ട് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാക്സിമം ഏതൊക്കെ വിധത്തിൽ എന്തൊക്കെയാണ് കാണിക്കാൻ പറ്റുന്നത് മുഴുവൻ കാണിച്ചു തന്നിട്ടുള്ള ഒരു വീഡിയോ ആണ്. വീട്ടിന്റെ നെറുകിലേക്ക് നമ്മൾ കയറി പോകുന്നു. ക്ലീൻ ആയിട്ട് അവിടെ നിന്ന് ഒരു വ്യൂ കാണിച്ചു തരാം നിങ്ങൾക്ക്. ആ വ്യൂവും കൂടി കാണുമ്പോൾ നിങ്ങൾക്ക് ഇത് എടുക്കണോ വേണ്ടയോ എന്ന് കാണാം. അത്രയും നന്നായിട്ട് കേരള ക്ലൈമറ്റ് നോക്കുക വെച്ചിട്ട് മേലെ കയറിയിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് കാണുമ്പോൾ വൃത്തിയായിട്ടും കാണുന്ന ഭാഗങ്ങളെല്ലാം വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ റൂമുകൾ കാണിക്കാം. റൂമുകൾ കണ്ടതിന് ശേഷം നമുക്ക് വെളിഭാഗവും കൂടി നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചു തരാം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ഓൾ ബെല്ലൈക്കൻ അമർത്തിക്കോളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ. ഇത് നമ്മൾ പറയാതിരുന്നു കഴിഞ്ഞാൽ ആരും ലൈക്കും ചെയ്യുന്നില്ല, സബ്സ്ക്രൈബും ചെയ്യുന്നില്ല. എന്നുകൊണ്ടാണ് നമ്മൾ ഇതൊന്ന് എടുത്തു പറയുന്നത്. ക്ഷമിക്കണം. കാരണം സബ് ചെയ്തവർ വെറുതെ കേൾക്കുമ്പോൾ അത് മാനസികമായ ടെൻഷൻ വരും. അത് വരാതിരിക്കാനും കൂടി ഒരിക്കൽ കൂടി പറയാം. കാരണം ചിലവര് നമ്മുടെ വീഡിയോ ഇട്ടിട്ട് അങ്ങനെ പോകും, ലൈക്കും കൂടി ഉണ്ടാവില്ല. അതിന് വേണ്ടിയിട്ട് പറയണ ഒന്നും കൂടി ക്ഷമ ചോദിക്കുന്നു. വീഡിയോയിലോട്ട് പോകാം നമുക്ക്. അപ്പോൾ മനോഹരമായ ഫുൾ AC ആണ് കേട്ടോ. എല്ലാ റൂമും AC, അറ്റാച്ച്ഡ് ബാത്റൂം ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. താമസ സൗകര്യത്തിന് പറഞ്ഞിട്ട് നിങ്ങൾ കിടിലനായിട്ട് ഒരു ഗസ്റ്റിന് നിങ്ങൾ അവിടെ വിട്ടിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് അയ്യോ ഇത്രയും നല്ലൊരു തോട്ടത്തിന്റെ ഉള്ളിൽ പോയി എന്ന് പറയും. ആ വിധത്തിലാണ് കണ്ടോ. വ്യൂ കാണിച്ചു തരുന്നത് പകുതി നേരെ എങ്ങനെ ഇരിക്കണം നോക്കുക. അയ്യോ തെങ്ങ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അന്തം. ആ ജാതിയിലുള്ള തെങ്ങുകളാണ് മേലെ ബെഡ്റൂമിൽ നിന്ന് കാണാൻ പറ്റുന്നത്. കേരള ലുക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിനകത്തുനിന്ന് പുറത്തോട്ട് നോക്കുമ്പോൾ കേരള ലുക്ക് കാണുന്നില്ല. അതേപോലെയാണ് ഓരോ റൂമിൽ നിന്നും നമ്മൾക്ക് വെളിഭാഗം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതും സന്ധ്യ നേരത്ത് എന്ന് പറയുന്നത് വളരെ നല്ല AC വേണ്ട, ഫാൻ വേണ്ട, കാറ്റ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ കാറ്റ് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ അത്രയും വൃത്തിയായിട്ടുള്ള ഒരു തോട്ടമാണ് 35 ഏക്കർ. ഏക്കർ നിസ്സാര വില എന്ന് വെച്ചാൽ ഇത്രയും നല്ല വരുമാനമുള്ള തോട്ടം 35 ലക്ഷം രൂപയ്ക്ക് ഏക്കറിന് തരാം എന്ന് പറയുന്നുണ്ട്.
നമ്മൾ ഭൂമി പോയി കണ്ടതിന് ശേഷം ഇഷ്ടപ്പെടുകയാണ് പറഞ്ഞെങ്കിൽ മാത്രം സംസാരിച്ചാൽ മതി. നോക്കൂ, ഇതിൻ്റെ ഉള്ളിൽ കാണുന്ന അത്രയും ഗംഭീരമായി വെച്ചിരിക്കുന്ന ഈ വീടിന്റെ താഴേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സെറ്റപ്പ്, ഞാൻ മല വ്യൂ കാണിക്കാൻ പറഞ്ഞില്ലേ, മലന്റെ ഒരു വ്യൂ ആണ്. അതിനകത്ത് തെങ്ങ്, നെല്ലിക്ക, മറ്റേ മാവ് ഉൾപ്പെടെയാണ്. വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടില്ലാത്ത ഏരിയ, ചുവപ്പ് മണ്ണ് കേട്ടോ. എന്ത് സ്വർണം വേണമെങ്കിൽ വിളയിപ്പിക്കാൻ പറ്റുന്ന മണ്ണാണ് ഇതിനകത്ത് കിടക്കുന്നത്. അപ്പോൾ ആ ഭാഗം നോക്കാനില്ല. ഇനി നമ്മൾക്ക് കാലിയുള്ള ഭാഗത്തിൽ വേണമെങ്കിൽ ഒരു ഇടയിൽ കൂടെ സോളാറും കൂടി ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അത്യാവശ്യം സോളാറും കൂടി ഇതിലുണ്ട്. അത്യാവശ്യം ആ ഭാഗങ്ങളിലും പ്ലാന്റ് എല്ലാം ചെയ്തിരിക്കുന്നതിന്റെ സൈഡിൽ സോളാർ ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കാലി ഭൂമിയുള്ള അവിടെ സോളാറും കൂടി ചെയ്യണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് വേണ്ടിയുള്ള മുഴുവൻ കറണ്ടും നമ്മൾക്ക് എടുക്കാൻ പറ്റുന്ന വിധത്തിലാണ്. 35 ഏക്കർ 35 ലക്ഷം പറയുന്നു. തമിഴ്നാട് തെങ്കാശി പരിസരത്താണ് ഈ പ്രോപ്പർട്ടി കിടക്കുന്നത്. നമ്മുടെ ചാനലിൽ ആരെങ്കിലും എടുത്തിടാൻ താല്പര്യം അല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഇത് വീഡിയോ ഇഷ്ടമുണ്ട്, അല്ലെങ്കിൽ സോറി ഈ ലൊക്കേഷൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഫോർവേഡ് ചെയ്ത് കൊടുത്ത് അവരെ കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ വന്ന് കണ്ടതിന് ശേഷം അവർക്ക് ഗുഡ് പറയുകയാണെങ്കിൽ നമ്മളെ കൊണ്ടുപോയി കാണിച്ചു തരാനുള്ള എല്ലാ സെറ്റപ്പും ചെയ്തു തരാം സുഹൃത്തുക്കളെ. ഏക്കർ 35 ലക്ഷം, 35 ഏക്കർ, ബംഗ്ലാവ് ഉൾപ്പെടെ വരുമാനമുള്ള തോട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 35 ഉറുപ്പിക്ക് തെങ്ങ്, മാവ്, സർപ്പോട്ട, നെല്ലിക്ക, കൊയ്യാക്ക, ഇനി ഇല്ലാത്ത സാധനങ്ങളില്ല. അടുത്ത വീഡിയോയിൽ കാണാം.